ബ്രിട്ടീഷുകാർ അവരെ വിളിച്ചത് വഹാബികൾ എന്നാണ്. ഇന്ത്യ രാജ്യത്ത് വഹാബി പ്രസ്ഥാനം ഉണ്ടായിരിക്കുന്നു. ആ വഹാബികൾ സ്വന്തമായി സൈന്യമുണ്ടാക്കിയിരിക്കുന്നു. അവരുടെ സ്വന്തം സൈന്യം ഉപയോഗിച്ച് അവർ നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. വഹാബികളെ ഈ നാട്ടിൽ നിന്ന് തുരത്താഞ്ഞാൽ നമുക്ക് സ്വൈര്യമായി ഇവിടെ ജീവിക്കുവാൻ കഴിയില്ല എന്ന് ബ്രിട്ടീഷുകാർ വിധിയെഴുതുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെയാണ് WW ഹണ്ടർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ വഹാബികളുടെ സ്വാതന്ത്ര്യ സമരാവേശം എവിടെ നിന്നാണ് കടന്നു വരുന്നത് എന്ന് പഠിക്കുവാൻ വേണ്ടി മാത്രമായി ബ്രിട്ടീഷുകാർ ചുമതലപ്പെടുത്തുന്നത്. വഹാബി മൂവ്മെന്റ് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഒരു പഠന റിപ്പോർട്ടുണ്ട്, ബ്രിട്ടീഷ് ഗവൺമെന്റിന് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ WW ഹണ്ടർ വളരെ കൃത്യമായി പറയുന്നത് ഇന്ത്യക്കാരിൽ ബ്രിട്ടീഷ് വിരോധം കുത്തിവെക്കുന്നത് ഇവിടെയുള്ള വഹാബി പണ്ഡിതന്മാരും അവരുടെ നേതാക്കളുമാണ് എന്നാണ്. വഹാബികളുടെ അടിവേറക്കാതിരുന്നാൽ സാമ്രാജ്യത്വത്തിന് ഇന്ത്യയിൽ സുഖകരമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പാണ് ഗവൺമെന്റിന് അദ്ദേഹം കൈമാറുന്നത്. ഇപ്പോഴും ഹണ്ടറിന്റെ റിപ്പോർട്ട് നമുക്ക് വായിക്കാൻ കിട്ടും. സയ്യിദ് അഹമ്മദിന്റെ സൈന്യം സുധീരമായ പോരാട്ടങ്ങൾ നടത്തി. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാമായിരുന്നു. അവർ മുസ്ലിം പണ്ഡിതന്മാരെ സ്വാധീനിച്ചു, മൗലാനമാരെ വിലക്കെടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ പരമ്പരാഗതമായ സൂഫി വിശ്വാസാചാരങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു വഹാബിയാണ് സയ്യിദ് അഹമ്മദ്. ആ വഹാബിക്ക് നിങ്ങൾ പിന്തുണ കൊടുക്കരുത്. അയാളുടെ സൈനിക മുന്നേറ്റങ്ങളുടെ കൂടെ നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ വിശ്വാസങ്ങളെ നശിപ്പിച്ച് നിങ്ങളെ എല്ലാവരെയും അയാൾ വഹാബി വൽക്കരിക്കും. മൗലാനമാർ സ്വാഭാവികമായും അതിനാൽ സ്വാധീനിക്കപ്പെട്ടു. അവർ സയ്യിദ് അഹമ്മദിനെ ഒറ്റുകൊടുത്തു. അവരുടെ ഒറ്റുകൊടുക്കൽ വഴിയാണ് സയ്യിദ് അഹമ്മദിന്റെ വധമുണ്ടാകുന്നത്. അങ്ങനെയാണ് ഇന്ത്യയുടെ അഹ്ലെ ഹദീസ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്താളുകളിൽ സയ്യിദ് അഹമ്മദിന്റെ പേര് സയ്യിദ് അഹമ്മദ് ഷഹീദ് എന്നായി മാറുന്നത്. ഷഹീദ് സയ്യിദ് അഹമ്മദ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ വളരെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു അധ്യായമാണ്. അദ്ദേഹത്തിന്റെ മരണശേഷവും ഈ സലഫി ജിഹാദി പ്രസ്ഥാനം ഇന്ത്യയിൽ വേരറ്റുപോയില്ല. ഇനായത്തുള്ള എന്നും വിലായത്തുള്ള എന്നും അറിയപ്പെട്ട പറ്റ്നയിലെ അലി സഹോദരന്മാർ, ആ അലി സഹോദരന്മാർ ഈ ജിഹാദിന്റെ നായകത്വം ഏറ്റെടുത്തു. ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരിൽ അവർ നിരന്തരമായ വെല്ലുവിളികൾ ഉയർത്തി. ആ വെല്ലുവിളികളെ അടിച്ചമർത്താൻ തീർച്ചയായും ബ്രിട്ടീഷ് സർക്കാരിന് കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ മറ്റാരും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്നതിന് മുമ്പ്, മറ്റാരെങ്കിലും ബ്രിട്ടീഷുകാർക്ക് എതിരെ പോരാടാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് മുമ്പ് മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഉത്തരേന്ത്യയിൽ സായുധമായി തന്നെ ബ്രിട്ടീഷുകാരെ തകർക്കുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി എന്ന വസ്തുത ഏറെ ശ്രദ്ധേയമാണ്. അതിനുശേഷമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത്. ഈ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നതിന് മുമ്പാണ് തെക്കേ ഇന്ത്യയിൽ